വളരെ വ്യസനത്തോടു കൂടിയാണ് ഞാനൊരു വാർത്ത നിങ്ങളെ അറിയിക്കുന്നത്. അതിനോടൊപ്പം തന്നെ ആ വ്യസനത അല്ലെങ്കിൽ ആ ഒരു ദുഃഖം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ നിങ്ങൾക്ക് നൽകുന്ന ഒരു അറിവിലേക്കും കൂടിയാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. സിംഗം 3 അതുപോലെ തന്നെ നിരവധി സിനിമകളിൽ അഭിനയിച്ചിട്ടുള്ള റോബോ ശങ്കർ എന്ന തമിഴ് നടൻ്റെ വേർപാടാണ് ഈ ഒരു മണിക്കൂറിൽ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. കുഴഞ്ഞു വീണ് അദ്ദേഹം 2 ദിവസങ്ങൾക്ക് മുമ്പ് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇന്ന് അദ്ദേഹം മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. വളരെ ചെറുപ്പക്കാരനായിട്ടുള്ള റോബോ ശങ്കർ ഈ അടുത്ത കാലത്ത് നിരവധി സിനിമകളിൽ തൻ്റേതായിട്ടുള്ള വ്യക്തിമുദ്ര പതിപ്പിച്ച നടനായി മാറുകയുണ്ടായി. കമലഹാസൻ വൈകാരികമായ ഒരു കുറിപ്പ് തന്നെ അദ്ദേഹത്തെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അന്ന് നമ്മളുടെ തൊട്ടടുത്ത നിമിഷങ്ങളിൽ, അതായത് മണിക്കൂറുകൾക്ക് മുമ്പാണ് അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞത്. ഈ സാഹചര്യത്തിൽ ഒരു പക്ഷേ ഞാൻ ഈ പറയുന്ന ഒരു ഉപകരണം ഈ കുഴഞ്ഞു വീഴുന്ന ആളിന് തൊട്ടടുത്ത പ്രദേശത്തുണ്ടായിരുന്നുവെങ്കിൽ ആ ഉപകരണം ഈ മനുഷ്യൻ്റെ ജീവിതം രക്ഷപ്പെടുത്തുമെന്നുള്ളൊരു വാർത്തയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. AED മിഷനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഓട്ടോമേറ്റഡ് എക്സ്റ്റേണൽ ഡെഫിബ്രിലേറ്റർ എന്ന് പറയുന്ന ഈ മിഷൻ 50,000 രൂപ മുതൽ 1.5 ലക്ഷം രൂപ വരെയാണ് ഇതിൻ്റെ വില. അതായത് ഒരു സ്മാർട്ട് ഫോണിൻ്റെയോ 1-2 സ്മാർട്ട് ഫോണിൻ്റെ വില മാത്രം ഉള്ള ഈ മിഷൻ നമ്മളുടെ ബസ് സ്റ്റോപ്പുകളിലും നമ്മളുടെ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഫയർഫോഴ്സ് ഓഫീസുകളിലും ഒക്കെ സർക്കാർ തലത്തിൽ ഇതിനെ ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഒരുപക്ഷെ കുഴഞ്ഞു വീഴുന്ന ഒരാൾക്ക് എത്രയും പെട്ടെന്ന് വൈദ്യസഹായം എത്തിക്കുവാൻ സാധിക്കും. ഇപ്പം ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ ഈ പറയുന്ന ഹാർട്ട് ഫെയിലുവർ അല്ലെങ്കിൽ പിന്നെ ഈ കുഴഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലേക്ക് ജനങ്ങൾ എങ്ങനെയാണ് എത്തുന്നത്? ഇലക്ട്രിക്കൽ ഫെയിലുവർ ഒരു ഉപകരണത്തെ എത്രത്തോളം നിർജ്ജീവമാക്കുന്നു, അതുപോലെ തന്നെയാണ് മനുഷ്യ ശരീരത്തിൽ ഇലക്ട്രിക്കൽ ഫെയിലുവർ ഉണ്ടാകുന്നത്. ഇതിനെക്കുറിച്ച് നമ്മൾ ആരും ചിന്തിച്ചിട്ടില്ല. കാരണം തലച്ചോറിൽ നിന്നും പ്രവഹിക്കുന്ന ആ ഇലക്ട്രിക്കൽ സിഗ്നലുകളാണ് നമ്മുടെ ശരീരത്തിലെ അല്ലെങ്കിൽ നമ്മുടെ ഹാർട്ടിനെയൊക്കെ പ്രവർത്തിപ്പിക്കുന്നതിന് ദ്യോതിപ്പിക്കുന്നത്. അപ്പോൾ അത്തരം ഒരു സാഹചര്യത്തിൽ ആ ഇലക്ട്രിക്കൽ മെസ്സേജ് അല്ലെങ്കിൽ ആ ഒരു വൈദ്യുത പ്രവാഹം എപ്പോഴാണോ നിലയ്ക്കുന്നത് അവിടെയാണ് നമ്മൾ സ്ട്രക്കായിട്ട് വീണു പോകുന്നത്, കുഴഞ്ഞു വീഴുക എന്ന് പറയുന്നത്. അതല്ലാതെ ഈ രക്തചംക്രമണം പെട്ടെന്ന് ടോട്ടലി ബ്ലോക്കായിട്ട് കുഴഞ്ഞു വീഴുക അങ്ങനെ ഒരു സംഭവം അല്ല എന്നാണ് ഇപ്പോൾ വൈദ്യശാസ്ത്രം പറയുന്നത്. അവിടെയാണ് ഈ AED മിഷൻ്റെ സാധ്യത. അതായത് നമ്മളെ അനാവശ്യമായ വാർത്തകൾ പെട്ടെന്ന് വൈറലാകുന്ന നമ്മളുടെ ഓൺലൈൻ സമൂഹത്തിൽ ഇത്തരം നല്ല വാർത്തകൾ എന്തുകൊണ്ട് വൈറലാകുന്നില്ല എന്ന് ഞാൻ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്. നല്ല ഉപകരണങ്ങൾ, എത്രത്തോളം സെക്സ് ടോയ്സിൻ്റെ വരെ വീഡിയോസ് വൈറലാകുന്നു. അവിടെയാണ് ഈ AED മിഷനെ കുറിച്ച് നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ഹാൻഡ് സെറ്റുകളിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു വാർത്ത കടന്നു വന്നിട്ടുണ്ടോ? മനുഷ്യ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ ഉടനടി തന്നെ AED മിഷൻസ് എല്ലായിടങ്ങളിലും സ്ഥാപിക്കണമെന്നൊരു അഭ്യർത്ഥനയാണ് എനിക്കുള്ളത്. നന്ദി, നമസ്കാരം.